ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തെൻ്റെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നില്ലേ ഞാൻ നല്ല വെജിറ്റേറിയൻസൊക്കെ ഇറച്ചി കറിയുടെ മണം കിട്ടുന്ന ഒരു ആലു ഭണ്ഡാര എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നോർത്ത് ഇന്ത്യൻസൊക്കെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ആകുന്ന അവരുടെ ഫേവറേറ്റ് ആയിട്ടും കൂടിയിട്ടുള്ള ഒരു ആലു ഭണ്ഡാര റെസിപ്പിയാണ്. ഇത് പൊട്ടാറ്റോ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഞങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഞാൻ നേരെ നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ രീതികളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ ഈ മലയാളീസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും മൺപാത്രമാണല്ലോ അധികം യൂസ് ആക്കാറ്. അപ്പോൾ അങ്ങനെ ഞാനും മൺപാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില്ലേ മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ മല്ലി ഇങ്ങനത്തതൊക്കെ നമ്മൾ കുത്തിപ്പൊടിയാക്കുന്ന ഈ ഐറ്റംസിൽ ഇത് മസ്റ്റാണ്. ഇത് മസ്റ്റായിട്ടുള്ള ഒരു മസാലയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് മല്ലിയാണ് എടുത്തത്. എന്നിട്ട് ഇത് ഇങ്ങനെ നല്ലോണം ഒന്ന് കുത്തിപ്പൊടിയാക്കി. ഇത് മിക്സിയിലല്ല കേട്ടോ, ഇങ്ങനെ തന്നെ കുത്തിപ്പൊടിയാക്കണം. ഇതാണ് ഇതിൻ്റെ മസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി. ഇതാണ് ആ കറിക്കൊരു ഫ്ലേവറും കൂടി തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. നല്ലോണം അങ്ങോട്ടൊന്നും പൊടിക്കണ്ട. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ പൊടിയാക്കും പോലത്തെ ഒരു കറക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണയല്ല യൂസ് ആക്കുന്നത്. അവിടെയൊക്കെ എള്ളെണ്ണയാണ് യൂസ് ആക്കാറ്. നമ്മൾ എന്തായാലും വെളിച്ചെണ്ണയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കാമല്ലോ. അപ്പം നമുക്കായിട്ടുള്ള രീതിയിൽ കുറച്ച് യൂസ് ആക്കിയാൽ മതി. അങ്ങനെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേ ലീവ്സ്, പട്ട, കറുത്ത ഏലക്കയില്ലേ അതും കൂടി, പിന്നെ ജാവിത്രി അതൊരു കുറച്ചോ അങ്ങനെ എടുത്തിട്ട് ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനുള്ള നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള മസാല ചേർക്കാം. ഇത്ര ഐറ്റംസാണ്. എന്നിട്ട് കുത്തിയിട്ട് പൊടിയാക്കിയിട്ടുള്ള മസാല ഇല്ലേ, മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഈ 4 ഐറ്റംസും ഈ ഓയിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതിൽ ഉള്ളി എടുക്കാറില്ല. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ആക്കുന്നത്. ഇത് നിങ്ങൾ എത്രയാണ് പൊട്ടാറ്റോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ മസാലകളൊക്കെ ആഡ് ആക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പൊട്ടാറ്റോയ്ക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 പൊടിയാണ്, 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഗരം മസാലയും കൂടി ആഡ് ആക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ടൊമാറ്റോ ഒന്നില്ലേ ഇതിലൊന്ന് കുക്കായിട്ട് വരണം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഇത് മസാലകളൊക്കെ കറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നിങ്ങൾ അവസാനം ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എത്ര തിക്ക് വേണമെന്നൊക്കെ നിങ്ങളുടെ അനുസരം പോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ബോയിൽഡ് പൊട്ടാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പൊട്ടാറ്റോ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം മുന്നേ ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മസാല കുറച്ച് എരിവായിപ്പോയി. അപ്പോൾ കുട്ടികളത് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആ മസാലയും കൂടി ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ കാണുന്നത്. പക്ഷേ നല്ല മണമാണ് കേട്ടോ. നമ്മുടെ ഇറച്ചിക്കറിക്കുള്ള മണമാണ് ഇവരുടെ ഈ ആലു ഭണ്ഡാര റെസിപ്പിയിലോട്ട് ഉള്ളത്. എന്തായാലും മാസ്റ്റർ ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി കോമ്പിനേഷനും കൂടിയാണ്. ഇതിലേക്ക് ഇത് 1/2 ടീസ്പൂൺ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ആക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനം കസൂരി മേത്തിയാണ് ആഡ് ആക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പൊട്ടാറ്റോയുടെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ചോറിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ടേക്ക് കെയർ. ബൈ.